സർ, ജനനവും മരണവും ജ്യോതിഷവുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം? ഒരുപാട് അസ്ട്രോളജേഴ്സ് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പൂർവ്വജന്മം, അല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞാൽ ഇത്ര വർഷം കഴിഞ്ഞാൽ വീണ്ടും മരണം കഴിഞ്ഞാൽ അടുത്ത് വീണ്ടും ജനനമുണ്ട്, നിങ്ങളുടെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇത്രമാത്രം വയസ്സിൽ നിങ്ങൾ മരിക്കും. അതൊക്കെ പേടിപ്പെടുത്തലും പല രീതിയിലും. സാറിൻ്റെ വ്യാഖ്യാനം എന്താണ്? ഈ ജന്മം എന്ന് പറഞ്ഞ പദം തന്നെ അതിനകത്ത് ജകാരവും മകാരവും കൂടെ ചേർന്ന രണ്ട് പദമാണ്. ജകാരം എന്ന് ഉദ്ദേശിച്ച ജനനവും മകാരം മരണവുമാണ്. അപ്പം ജന്മം എന്ന് പറഞ്ഞത് തന്നെ ഈ മകാരത്തിൽ നിന്ന് തുടങ്ങാം. നമുക്ക് ജകാരത്തിൽ നിന്ന് തുടങ്ങുന്നതിൽ ഒരു മരണത്തിൽ നിന്ന് തുടങ്ങാം. ശരി. ഒരാൾ മരിക്കുന്ന സമയം, ഈ സാധാരണ മരണമെന്ന് പറയുന്നതൊരു ഇങ്ങനെ വലിച്ച് മരിക്കണം എന്നാണ്. അത് നമുക്ക് 10 പ്രാണനുള്ളതായിട്ടാണ് സങ്കല്പം. നമുക്കൊരു പ്രാണനല്ല ഉള്ളത്. അത് നമ്മൾ ഈ ദേവന്മാർക്ക് നേദ്യം കൊടുക്കുമ്പോൾ നിവേദ്യരസം സമർപ്പയാമി എന്ന് പറഞ്ഞിട്ട് നേദ്യം കൊടുക്കുന്ന സമ്പ്രദായമില്ലേ? ഈ പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, ഉദാനായ സ്വാഹ, വ്യാനായ സ്വാഹ, സമാനായ സ്വാഹ, ഇങ്ങനെ ആണ് നേദ്യം കൊടുക്കുന്നത്. അത് പഞ്ചപ്രാണനെയാണ് ശരിക്കും നേദ്യം കൊടുക്കുന്ന സമ്പ്രദായം. അത് കൂടാതെ അങ്ങനെ ഒരു 5 പ്രാണൻ നമുക്ക് പ്രധാനമായിട്ടുണ്ട്. അത് കൂടാതെ ഒരു 5 പ്രാണൻ ഉപപ്രാണനായിട്ട് നമുക്കുണ്ട്. നാഗൻ, കൂർമൻ, ദേവദത്തൻ, കൃകലൻ, ധനഞ്ജയൻ എന്നൊക്കെ പറഞ്ഞ് ഒരു 5 പ്രാണൻ നമുക്ക് ഉപപ്രാണനായിട്ടുമുണ്ട്. അപ്പോൾ ഈ സാധാരണ ഈ ആക്സിഡൻറ്റ് ഡെത്ത്, അതുപോലെ ഷോക്കടിച്ചുള്ള മരണങ്ങൾ, പാശമൃതി, ഈ തൂങ്ങി മരണം, അങ്ങനെ ഉണ്ടാകുന്ന മരണങ്ങളൊക്കെ ശരിക്കും അത് ശരിയായൊരു മരണങ്ങളല്ല. മരണം ശരിക്കും നോർമലായിട്ട് വരേണ്ടത് പ്രായമൊക്കെയായി ശരിക്കും ഈ പറയുന്ന ശ്വാസത്തെ, ഈ പ്രാണങ്ങളെ 1 by 1 ആയിട്ട് പുറത്തേക്ക് വിട്ട് ഉള്ള ഒരു സമ്പ്രദായമാണ് ഏറ്റവും ഉത്തമമായ മരണം എന്ന് പറയുന്നത്. ഭീഷ്മരാജാവ് അദ്ദേഹം ഭീഷ്മർ ഉത്തരായനകാലം കാത്തു കിടന്നു ഈ പ്രാണനെ പുറത്ത് കളയാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു അനുഗ്രഹം, ഒരു വരം കിട്ടിയിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഉണ്ടായതാണ്. ഉത്തരായനം വരെ കാത്തിരുന്നു. ഉത്തരായനത്ത് മരിക്കുന്ന നല്ലതാണെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മകരമാസം മുതൽ മിഥുനമാസം വരെയാണ് ഉത്തരായനകാലം എന്ന് പറയുന്നത്. അപ്പം ആ അയനം കാത്തിരുന്നു എന്നാണ് ഈ ധൃതരാഷ്ട്ര മഹാരാജാവ്. അതായിക്കോട്ടെ, നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ ഈ 5 പ്രാണൻ, പ്രധാന പ്രാണനും 5 ഉപപ്രാണനും ഉള്ളതിൽ നമ്മൾ മരിക്കുന്ന ഘട്ടത്തിൽ ഈ 9 പ്രാണൻ വരെ സാധാരണ ഇങ്ങനെ 1 by 1 ആയിട്ട് മരിക്കുന്ന ഈ പ്രാണൻ പുറത്ത് പോകുമ്പം 9 പ്രാണൻ വരെ പോകുള്ളൂ. ഒരു പ്രാണൻ അതിനകത്ത് നിൽക്കും. അതിൻ്റെ പ്രാണൻ്റെ പേരാണ് ധനഞ്ജയൻ എന്ന് പറയുന്ന പ്രാണൻ. ആ പ്രാണൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോവില്ല. അത് ശരിക്കും അതെന്താ പോകാത്തതെന്ന് ചോദിച്ചാൽ, അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ധനഞ്ജയ പ്രാണൻ പോകാത്തത് എന്താണെന്ന് ചോദിച്ചാൽ, ആക്ച്വലി ഈ എൻ്റെ ഭൂമി, എൻ്റെ ഗ്രഹം, എൻ്റെ സന്താനം, എൻ്റെ ധനം, ഇങ്ങനെ മരിക്കും വരെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. ഒരു കാരണവശാലും നമ്മൾ മരിക്കുന്ന ഘട്ടത്തിലും കരുതും LICയുടെ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്, ഇല്ലെങ്കിൽ അതൊന്നും അടപ്പിച്ചേക്കണേ എന്ന് പറയുന്ന നമ്മളോട് മക്കളോട് അത്രയധികം കൂറുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരുടെ അത്രയും കൂറുള്ളത് കൊണ്ടാണ് ആ ഒരു ചിന്താഗതി ഉണ്ടാകുന്നതേ. അപ്പം ആ നമ്മളോട് ആൾക്കാരോട് അത്രത്തോളം ഒരു കമ്മിറ്റ്മെൻറ്റ്സ്, ഭയങ്കര ബാധ്യതയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് അത് പോരാ, എല്ലാവരോടും ബാധ്യത വേണമെന്നാണ്. കാരണം പ്രത്യക്ഷമല്ലാതെ പരോക്ഷമായി മറ്റുള്ളവരോട് നമുക്ക് കടപ്പാടുകളുണ്ട്. മക്കളോടും ഭാര്യയോടും മാത്രം പോരാ കടപ്പാടുകൾ, എല്ലാവരോടും വേണം. എല്ലാവരോടും ഒരു സൗഹാർദ്ദതയും സ്നേഹവും വേണം, അതൊരാവശ്യമാണ്. അപ്പം ഈ മരിക്കുന്ന ഘട്ടത്തിൽ ധനഞ്ജയൻ എന്ന് പറയുന്ന പ്രാണൻ വെളി പോവില്ല. അയാൾ ഈ ശരീരത്തിലുണ്ട്, അയാൾ വിട്ടുപോകില്ല. അവസാനം നമ്മൾ എന്താ ചെയ്യുന്നത്? ദഹിപ്പിക്കുന്ന ഘട്ടത്തിൽ ഈ ദഹിപ്പിക്കുമ്പോൾ കുടത്തിനകത്ത് വെള്ളം നിറച്ചിട്ട് എറിഞ്ഞു പൊട്ടിക്കുന്നൊരു സമ്പ്രദായമാണ്. അത് കുംഭോദകക്രിയ എന്നാണ് പറയുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ഇല്ല അല്ലേ? മിക്കവാറും എല്ലായിടത്തും ഉണ്ട്. ഓരോ ദേശത്ത് ഓരോ രീതിയിലാണ്. ചിലയിടത്ത് കുടത്തിൽ, ചിലത് കിണ്ടിയിലായിരിക്കും, ചിലയിടത്ത് ഇങ്ങനെ നീർക്കണ്ണ് എന്നൊരു സമ്പ്രദായമാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. ആക്ച്വലി ഇത് ശരിക്കും ഈ പറയുന്ന ഈ പ്രാണനെ വെളിയിച്ചാടിക്കലാണ് ഇതുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് പോവില്ല, ഈ ശരീരം വിട്ടു പോകാൻ ഞാൻ തയ്യാറല്ല. ഇന്നാണ് ശരിക്കും ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലായത്. അതാണ് അത് ശരിക്കും അടിസ്ഥാന ഒരു ശാസ്ത്രം ഇത്. ഈ നമ്മുടെ ശരീരത്തിൽ നിന്ന്, എൻ്റെ ശരീരത്തിൽ നിന്ന് ഈ പ്രാണൻ എനിക്ക് പോകാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് എൻ്റേത് എനിക്ക് ഉപേക്ഷിച്ച് പോകാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് എന്തു ചെയ്യും? പക്ഷെ പോയേ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ ഈ കുംഭോദക്രിയ എന്ന് പറയുന്ന കുടത്തിനകത്ത് വെള്ളം നിറച്ചിട്ട് എറിഞ്ഞ് വിട്ട് ചെയ്യുമ്പോൾ
ഈ പ്രാണൻ വെളിച്ചാടും. ഈ പ്രാണൻ വെളിച്ചാടിയാലും എങ്ങും പോവില്ല. ഇത് കർമ്മം ചെയ്ത സന്താനത്തെ ബന്ധപ്പെടും. കർമ്മം ചെയ്ത സന്താനത്തെ ബന്ധപ്പെട്ടിട്ട് ബാക്കി ബന്ധുജനങ്ങളിലേക്ക് വ്യാപിക്കുമ്പോഴാണ് പുലവ്യാപിക്കുക എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ടാകുന്നത്. അപ്പോൾ ആ പ്രാണൻ ഭൂമിയിൽ നിന്നും 16 അംഗുലം ഉയരത്തിനകത്ത് നിൽക്കും. ആ മണ്ഡലത്തിലേക്ക് നമ്മൾ കുതലേ ഹനി എന്നൊരു നിയമമുണ്ട്. കുതലേ ഹനി എന്ന് പറഞ്ഞാൽ ഈ പരൽപ്പേരാണ്. 361 ദിവസം എന്നർത്ഥം. കായൊന്ന്, തായാറ്, ലാ 3 ഇങ്ങനെ വടത്തുനിന്ന് ഇടത്തോട്ട് എഴുന്നേ. അപ്പം 361, 361. അപ്പോൾ അങ്ങനെ 361 ദിവസം കഴിയുമ്പോൾ ഈ മണ്ഡലത്തിലേക്ക് നമ്മൾ ഇതിൻ്റെ ഡെൻസിറ്റി കുറയ്ക്കാനായിട്ട് ഏറ്റവും പ്രാധാന്യമുള്ള സാധനമാണ് തിലം, എള്ള് ഹോമിക്കുക, തിലഹവനം. അപ്പോൾ ഈ മണ്ഡലത്തിലേക്ക് എള്ള് ഹോമിച്ച് കഴിയുമ്പോൾ ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറയുമ്പോൾ ഇത് റൈസപ്പ് ചെയ്ത് ശരിക്കും ചന്ദ്രമണ്ഡലം വരെ പോകും. ചന്ദ്രമണ്ഡലം കഴിഞ്ഞ് അത് കഴിഞ്ഞ് സൂര്യമണ്ഡലം കഴിഞ്ഞ് അത് കഴിഞ്ഞ് വൈഷ്ണവത്തിൽ ലയിപ്പിക്കുന്നതായിട്ടാണ് നമ്മുടെ ഈ സമ്പ്രദായം. അത് ദീക്ഷാകാലം ഈ പറയുന്ന 360 ദിവസം കഴിഞ്ഞേ ചെയ്യത്തുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നമ്മളിതിനെ ഇയാളിവിടെ ഈ ജന്മത്തിൽ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്ന കർമ്മഫലങ്ങളില്ലേ, ഈ കർമ്മഫലങ്ങളനുസരിച്ച് ഇയാളിത് ചന്ദ്രമണ്ഡലം വരെ പോവുള്ളൂ. അവിടെ ചെന്ന് അഭ്രമായ മേഘമായ ജലമായ ഭൂമിയിലേക്ക് തന്നെ പതിക്കും. അങ്ങനെ പതിക്കുന്ന ഘട്ടത്തിൽ ഈ നവധാന്യം ലോകം മുഴുവൻ വിതറിയിട്ടുണ്ട്. സഞ്ചയനത്തിന് നവധാന്യം വിതറിയ കുഴിമൂടുന്നൊരു സമ്പ്രദായം. സഞ്ചയനം കഴിയുമ്പോൾ നവധാന്യം വിതറുന്ന സമ്പ്രദായമുണ്ട്. ഈ നവധാന്യം എന്ന് പറയുന്ന സാധനം ഈ ലോകം മുഴുവനുണ്ട്. അതായത് ഈ നമ്മൾ ഈ 16 അടിയന്തരമൊക്കെ പണ്ട് നടക്കുന്ന കാലത്ത് ഉഴുന്നുവട, പരിപ്പുവട, എള്ളുവടയൊക്കെ കൊടുക്കുന്ന സമ്പ്രദായം ഈ നവധാന്യത്തിൽപ്പെട്ട സാധനം അഡീഷണൽ കൊടുക്കുന്ന. അപ്പോൾ ഇത് ഈ ലോകത്തിൽ എവിടെയെല്ലാം ഉണ്ടോ അതിൻ്റെ ഈ വെള്ളം ഇത് വലിച്ചെടുക്കും. ഇതിൻ്റെ വേര് വെള്ളം വലിച്ചെടുത്തിട്ട് ഈ വേര് വലിച്ചിട്ട് അത് നമ്മളത് ഭക്ഷിക്കും. നമ്മളെന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആരെങ്കിലും ഭക്ഷിക്കും. ഇത് ഏത് ദേശത്ത് ആര് ഭക്ഷിക്കും എന്നുള്ളത് ഇവൻ്റെ പൂർവജന്മ കർമ്മഫലത്തെ ആശ്രയിച്ചിരിക്കും. ഏത് കുലത്തിലായിരിക്കണം, ഏത് ദേശത്തായിരിക്കണം, ഏത് വർണ്ണത്തിലായിരിക്കണം എന്നൊക്കെ പറയുന്നത് അവൻ ഈ ജന്മത്തും ഇതിൻ്റെ പൂർവ്വജന്മത്തും ചെയ്തിരിക്കുന്ന ആ പ്രാരബ്ധ കർമ്മം ഇല്ലേ, ആ കർമ്മഫലത്തെ ആശ്രയിച്ചായിരിക്കും ഇവൻ ഏത് ദേഹത്ത് ആര് കഴിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. കഴിച്ചു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? ഈ നവധാന്യം കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ രക്തത്തിൽ ലയിച്ചു ചേരും. രക്തത്തിൽ ലയിച്ചു ചേർന്ന് കഴിഞ്ഞാൽ അത് ബീജമാവും. ബീജം ഒരു പാത്രത്തെ പ്രവേശിക്കും, പ്രാണനായി പുതിയൊരു സൃഷ്ടിയാകും. ഒരു സൈക്കിള് അങ്ങനെ കഴിഞ്ഞെങ്കിൽ മാത്രമേ പുതിയൊരു ജനനമാകുള്ളൂ അവിടെ. അപ്പോൾ എവിടെ ജനിക്കണം, ഏത് കുലത്തിൽ ജനിക്കണം, ഏത് ദേശത്ത് ജനിക്കണം, ഏത് വർണ്ണത്തിൽ ജനിക്കണം, പെണ്ണായിട്ട് ജനിക്കണോ ആണായിട്ട് ജനിക്കണോ, ഇതൊന്നും നമ്മൾ തീരുമാനിക്കുന്ന പോലെ അല്ല വരുന്നത്. ഇപ്പോൾ നമ്മളൊരു പെണ്ണുങ്ങൾ പ്രസവം, ആർത്തവം എന്നൊക്കെ പറയുമ്പം അവരനുഭവിക്കുന്ന പ്രാരബ്ധത്തെക്കുറിച്ച് നമുക്ക് കളിയാക്കാനും കുറ്റപ്പെടുത്താനും ഒന്നും പറ്റില്ല. കാരണം അടുത്ത ജന്മം നമുക്ക് പെണ്ണായിട്ട് തന്നെ ജന്മം കിട്ടിയാൽ പൊളിഞ്ഞില്ലേ സംഭവം. ഒരാൾ പ്രാരബ്ധകർമ്മം അനുഭവിക്കും, അവനെങ്ങനെ കഷ്ടപ്പെടണം അങ്ങനെ പറയുന്നത് നമ്മൾ ചെയ്യാൻ പാടില്ല. അതിനേക്കാൾ രൂക്ഷമായിട്ടായിരിക്കും ഒരുപക്ഷെ അടുത്ത ജന്മം കിട്ടും. നമുക്ക് ഒരു കാര്യത്തിലും മറ്റുള്ളവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ അവിടെ പറ്റില്ല. അത് ജന്മം എന്ന് പറയുന്ന വിഷയം അതാണ്. അപ്പം ഏത് കുലത്തിൽ ജനിക്കണം, ഏത് ദേശത്ത് ജനിക്കണം, ഏത് വർണ്ണത്തിൽ അമേരിക്ക ജനിക്കണോ, ജർമ്മനിക്കാരനായിട്ട് ജനിക്കണോ, എരിവേ ജനിക്കണോ, കായംകുളത്ത് ജനിക്കണോ, എറണാകുളത്ത് ജനിക്കണോ, ആലുവ ജനിക്കണോ, നമുക്ക് സ്വയം തീരുമാനിക്കാൻ പറ്റില്ല. ഇന്ന സ്ഥലത്ത് ജനിച്ചുകൊണ്ട് വെള്ളപ്പൊക്കം ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ജനിച്ചു, ആശ്വാസം. ഉരുൾപൊട്ടലില്ലാത്ത സ്ഥലത്ത് ജനിച്ചു, നമ്മൾ ആശ്വാസം എന്ന് പറയുന്നതൊക്കെ അവൻ്റെ പ്രാഗ്ജന്മാർജിത കർമ്മഫലം ജാതകം. അവൻ്റെ പൂർവ്വജന്മത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന കർമ്മഫലത്തെ ആശ്രയിച്ചാണ് അവൻ്റെ ജാതകം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ജാതകം എന്ന് പറയുന്നത് കം ജാത എന്നാണ്. അപ്പം അവൻ്റെ പ്രാഗ്ജന്മാർജിത കർമ്മഫലം വരുന്നതാണ് ഈ ജന്മം. ആ ജന്മപത്രിക എന്നാണ് ജാതകത്തിന് ഒരു വിഷയം പറയുന്നത്. അപ്പം ആ ജാതകഫലം എന്ന് പറയുന്നത് ഇവൻ്റെ പൂർവ്വജന്മത്തുണ്ടായിരിക്കുന്ന കർമ്മഫലത്തെ ആശ്രയിച്ചുണ്ടാകുന്ന റിസൾട്ടാണ് ഈ ജന്മം അനുഭവിക്കുന്നത്. ഈ ജന്മത്ത് അത് ശരിക്കും നമ്മൾ പുണ്യം കൊണ്ട് വേണം. ഇങ്ങോട്ട് വന്നപ്പോൾ 2 സഞ്ചിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് പുണ്യമാകുന്ന സഞ്ചി, മറ്റൊന്ന് പാപമാകുന്ന സഞ്ചി. ഏത് സഞ്ചിയിൽ അളവ് കൂട്ടണം എന്നുള്ളത് നമ്മുടെ ഈ ജന്മത്തെ കർമ്മത്തെ ആശ്രയിച്ചിരിക്കും. ശരി. അതിൽ 3 കാര്യങ്ങളിലാണ് ഉണ്ടാകുന്നത്. ഒന്ന് മനസ്സ്, ഒന്ന് വാക്ക്, ഒന്ന് കർമ്മം. മനോവാക് കർമ്മങ്ങളിലൂടെയാണ് ഇതിനകത്ത് പ്രാരബ്ധം നമ്മൾ കൂട്ടുന്നത്. അപ്പം അത് സാത്വികമാകാം, രജോ ഗുണമാകാം, തമോ ഗുണമാകാം, ഒക്കെ ആകാം.
ഇതിലേത് ഗുണം വേണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ, ഇതിനെല്ലാം വേണ്ടത് ഈ പറഞ്ഞ ആ ഗുരുത്വം, ദൈവാധീനം എന്ന് പറയുന്നൊരു വിഷയമാണ്. അതുകൊണ്ടാണ് ശരിക്കും ജന്മം എന്ന് പറയുന്ന വിഷയം വളരെ ജ്യോതിഷമായിട്ട് വളരെ ആധികാരികമായിട്ട് പറയുന്നൊരു വിഷയമാണ്. അതിനാൽ നമ്മൾ ഈ പ്രേതം കയറി പിശാച് കയറി എന്നൊക്കെ പറയുന്ന വിഷയത്തിലൊന്നുമില്ല. ഒരു കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഈ തിലഹവനം ചെയ്ത് സായുജ്യപ്പെടുത്തിയില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ, ഈ അബ്ദദീക്ഷാതി ലോപേന പ്രേതായാത പിശാചത സ്വജനാൻ ബാധമാനസ്യ ചരന്തിതി കലസ്മൃതി. അപ്പം ഒരു കൊല്ലം കഴിഞ്ഞാൽ ഈ പ്രേതം എന്ന് പറഞ്ഞാൽ ഗതി കിട്ടാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആളാണ് പ്രേതം. ഇതിന് ഗതി കിട്ടാനുള്ള അവസ്ഥയുണ്ടാക്കി കൊടുക്കാതെ നമ്മൾ നോക്കാതിരുന്നാൽ ഇത് പൈശാചികമായിട്ട് മാറും. ഇത് അപ്പോൾ ചോദിക്കും, ഇത് ക്രിസ്ത്യാനികളൊന്നും ചെയ്യുന്നില്ലല്ലോ, മുസ്ലിംസ് ചെയ്യുന്നില്ലല്ലോ എന്ന്. ഇതും ആ ക്രിസ്ത്യാനികളെയും മുസ്ലിംസിൻ്റെയും സന്താനങ്ങൾ ആ ദിവസം വരുമ്പോൾ കൃത്യമായിട്ട് സ്മരിച്ച് ഹിന്ദുക്കളെക്കാൾ കൂടുതൽ പങ്ക്ച്വലായിട്ട് അവർ ചെയ്യുന്നുണ്ട്. ശ്രദ്ധാപൂർവം ചെയ്യുന്ന കർമ്മമാണ് ശ്രാദ്ധം. ആ ശ്രാദ്ധകർമ്മം നമ്മൾ ഒരു കാരണവശാലും മുടക്കാൻ പാടില്ല. അത് അച്ഛനമ്മമാർ മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുമായിട്ട് കടപ്പാടുകൾ ഉള്ളവർ ആരൊക്കെയുണ്ടോ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വേണം നമ്മൾ. അവർക്കെല്ലാം വേണ്ടിയാണ് ഈ അജ്ഞാതമായിട്ടുള്ള ആൾക്കാർ ധാരാളം ഉണ്ടാവും. വിദ്യാഭ്യാസ സഹായിച്ച അവരെല്ലാം സ്മരിച്ചുകൊണ്ട് നമ്മൾ കർക്കിടകമാസ കർത്താവിന് ശ്രാദ്ധ കൂട്ടണം. കർക്കിടകമാസ കർത്താവ് മാത്രമല്ല, ശിവരാത്രി ബലിക്ക് ശ്രാദ്ധ കൂട്ടുന്ന സമ്പ്രദായമുണ്ട്. ഇതൊക്കെ ജന്മം എന്ന് പറയുന്നത് ജാതകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാൻ കാരണം ഇതാണ്. ഈ ജന്മം എന്ന് പറയുന്ന ജന്മപത്രിക തന്നെയാണ് ജകാരവും മകാരവും കൂടെ ചേരുന്നതാണ്. ഇപ്പം നമ്മൾ മോക്ഷം കിട്ടുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് മോക്ഷം കിട്ടണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ചെയ്തു വെച്ചിരിക്കുന്ന, നമ്മൾ എങ്ങനെ ആയാലും നമുക്ക് 3 കാര്യങ്ങളുണ്ട്. ഒന്നുകിൽ മനസ്സുകൊണ്ട് നമ്മൾ ആരോടെങ്കിലും വിദ്വേഷമോ ശത്രുതയോ തോന്നാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടാവില്ല, അസൂയ തോന്നാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവില്ല, മനസ്സുകൊണ്ട് ഏതെങ്കിലും രീതി ദുഷിക്കാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവില്ല, മനസ്സുകൊണ്ട് ഏതായാലും മോശമായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവും. വാക്കുകൊണ്ട് മറ്റൊരാൾക്ക് എത്രയും ഹൃദയസ്ഥമായിട്ട് നമ്മൾ എല്ലാവരോടും സംസാരിച്ചു എന്ന് പറയണമെന്നില്ല. ഏതെങ്കിലും രീതിയിൽ അപചാരങ്ങൾ നമ്മുടെ വാക്കുകൾ മോശമായിട്ട് വന്നിട്ടുണ്ടാവാം. ശരിയാണ്, തീർച്ചയായിട്ടും. ഏതെങ്കിലും രീതിയിൽ നമ്മൾ കർമ്മദോഷം ഉണ്ടായിട്ടുണ്ടാവാം. അറിഞ്ഞ് ചെയ്യാം, അറിയാതെ ചെയ്യാം. അറിഞ്ഞ് ചെയ്യുന്നത് ഗുരുത്വം, അറിയാതെ ചെയ്യുന്നത് ലഘുത്വം. അപ്പോൾ ആ ഗുരുത്വവും ലഘുത്വം അനുസരിച്ച് അടുത്ത ജാതകം എങ്ങനെ വരണം, അടുത്ത ജന്മത്തിലെ ജാതകം എങ്ങനെ വരണം എന്നുള്ളത് അവൻ്റെ ഈ ജന്മത്തിലെ കർമ്മത്തെ ആശ്രയിച്ചാണ് ഉണ്ടാകുന്നത്. ആ ജാതകം നന്നാകാൻ വേണ്ടിയുള്ള ആ ജന്മപ്രകരണം ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണിത്. ജാതകഫലം എങ്ങനെയാകണം, നമ്മൾ തന്നെയാണ് നമ്മുടെ ജാതകം ഉണ്ടാക്കുന്നത്. അതെ 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 അതെ. ആ ജാതകത്തിന് റിസൾട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെ. ഞാൻ എത്രയൊക്കെ പുണ്യകാര്യം ചെയ്തിട്ടും എനിക്കിതാണല്ലോ അവസ്ഥ എന്നൊക്കെ ധാരാളം ഉള്ളതെന്ന് പറയാറുണ്ട്. ഞാൻ ജീവിതത്തിൽ ഒരു പാപകർമ്മവും ചെയ്തിട്ടില്ല, എനിക്കിതാണല്ലോ അവസ്ഥ. ഇവൻ്റെ സഞ്ചിതമാണത്. സഞ്ചിതം എന്ന് പറഞ്ഞാൽ പ്രാഗ്ജന്മാർജിത കർമ്മഫലമാണ്. അത് അനുഭവിച്ച് തന്നെ തീരണം. ചിലരുടെ ജാതകത്തിൽ ചിലർ ജനിച്ച കാലം മുതൽ അന്ന് മുതൽ രോഗാവസ്ഥയാണ്, ചിലർക്ക് ഒരു രോഗമില്ല. പിന്നെ ഇതിനെല്ലാം നമുക്ക് അറിവ് കിട്ടിക്കഴിയുമ്പോൾ ഇതെല്ലാം ബേസിക്കായിട്ട് എല്ലാം വേണ്ടത് അറിവാണ്. അറിവിലൂടെ വേണം നമ്മളിതെല്ലാം മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ദുരിതങ്ങൾ ഒരു പരിധിവരെ ഒഴിവായി കിട്ടും. നല്ലൊരു വിവരണമായിരുന്നു സർ. കാരണം നമ്മൾ നിരവധി ജ്യോതിഷന്മാരോട് സംസാരിക്കുമ്പോൾ ഈ മരണം അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, അതിൻ്റെ പല തലങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ജനനം എന്ന് പറയുന്നത് സാറ് കൊടുത്തൊരു വിവരണം സാധാരണപ്പെട്ട ആൾക്കാർക്ക് അവരൊന്നുകൂടെ ചിന്തിക്കും. അത് ഒന്നുകൂടെ പറയാനുള്ളത് വിഷയമുണ്ട്. ഈ മരിക്കുന്ന ഘട്ടത്തിൽ ആക്ച്വലി മരിക്കുന്ന സമയം നമ്മുടെ 9 പ്രാണം വരെ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞത്, ഈ ഇന്നിപ്പോൾ മരിച്ചു കഴിഞ്ഞൊരു 5 ദിവസം കഴിഞ്ഞാണ് ഇതിനെ നമ്മൾ ദഹിപ്പിക്കുന്നത് എങ്കിൽ അപ്പോഴീ ധനജയ പ്രാണനകത്ത് നിൽക്കുകയല്ലേ, അപ്പം മരണം പൂർണ്ണമാകുന്നില്ല. അതുകൊണ്ടാണ് അടക്കിയ ദിവസം ആ കുംഭോദക്രിയ നടക്കുമ്പോഴാണ് ആക്ച്വലി മരണം പൂർണ്ണമാകുന്നത്. അതുകൊണ്ടാണ് ആ ദിവസത്തെ നാൾ ശ്രാദ്ധ കൂട്ടണം എന്ന് പറയാൻ കാരണം. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ആ വിഷയത്തിൽ, മരിച്ച ദിവസം തന്നെയാണോ ചെയ്യുന്നത്. ഇത് എനിക്കിന്നാണിത് മനസ്സിലായത്. കാര്യം നിരന്തരം നമ്മൾ പലരുടെയും സംസാരിക്കുമ്പോഴും പല സംഭവങ്ങൾ കേൾക്കാൻ ഇടവരുകയും പക്ഷേ ഇങ്ങനൊരു സംഭവം ഇതാണെന്നുള്ളതെന്ന് മനസ്സിലായി. നല്ലൊരു വിവരണമായിരുന്നു. എല്ലാവർക്കും വളരെ ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് സാറിന് കിട്ടിയത്. നന്ദി, നമസ്കാരം.